ഹായ് ഫ്രണ്ട്സ്, ഇത് കേപ്പ് ടൗണിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നും മഴ ശക്തമായിട്ടുള്ളതുകൊണ്ട് ഇൻഡോർ ആക്ടിവിറ്റീസ് തന്നെയാണ് പ്ലാൻ ചെയ്തത്. കേപ്പ് ടൗണിലെ വൈൻ ടേസ്റ്റിംഗ് സെൻറ്റേഴ്സിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. ഞങ്ങൾ താമസിച്ച ഈ ബീച്ച് ഫേസിംഗ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 45 കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള വൈൻ റൂട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ജേസൺ, നമ്മളിപ്പം പോകുന്നത് സ്റ്റെലൻബോഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് കുറേ നമ്മുടെ വൈനറീസൊക്കെ ഉള്ളത്. അപ്പം നമ്മളിപ്പം സ്പിയർ എന്ന് പറഞ്ഞൊരു വൈനറിയിൽ വൈൻ ടേസ്റ്റിങ്ങിന് പോവാണ്. സ്പിയർ കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സിമോൺ സെക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു വൈനറിയിലേക്കും കൂടി പോകും. അപ്പോൾ ഈ 2 വൈനറിയാണ് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, കേപ്പ് ടൗൺ ടൂറിസത്തിൽ വൈൻ ടേസ്റ്റിങ്ങിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയുണ്ട്. കേപ്പ് ടൗണിൽ വൈൻ എസ്റ്റേറ്റ്സ് ധാരാളം ഉള്ളതുകൊണ്ട് എവിടെ പോകണമെന്നത് ശരിക്കും കൺഫ്യൂഷൻ തന്നെയായിരുന്നു. കേപ്പ് ടൗണിൻ്റെ കിഴക്കുഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന സ്റ്റെലൻബോഷ് കേപ്പ് വൈൻലാൻഡ്സ് റീജിയൻ്റെ ആസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും ഓൾഡസ്റ്റ് വൈൻ റൂട്ടാണ് സ്റ്റെലൻബോഷ്. രാജ്യത്തിന് ഒരു ഇൻ്റർനാഷണൽ പ്രൊഫൈൽ ഉണ്ടായിക്കൊടുക്കുന്ന രീതിയിൽ വേൾഡ് ക്ലാസ് വൈൻസ് ഇവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു റിച്ച് ഹിസ്റ്ററി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ റൂട്ടിൽ മ്യൂസിയംസും സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏതാണ്ട് 200ഓളം വൈൻ പ്രൊഡ്യൂസേഴ്സിൽ സ്റ്റെലൻബോഷ് എന്ന റീജിയനാണ് വൈനറീസിനിടയിൽ ആദ്യമായി ഒരു ഫോർമൽ റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് പിന്നീട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുകയാണ് ഉണ്ടായത്. സ്റ്റെലൻബോഷിൽ ആകെ 148 വൈൻ ഫാംസാണ് ഉള്ളത്. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പോട് കൂടിയ ഈ ഫാമിൽ മിക്കതും കേപ്പ് ഡച്ച് കൺട്രി ഹൗസസ്, ഗാർഡൻസ്, ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് എന്നിവയുടെ കൂടിയ ഹിസ്റ്റോറിക്കൽ ഫാംസാണ്. വെസ്റ്റേൺ കേപ്പിലെ ടോപ്പ് 6 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് സ്റ്റെലൻബോഷ്. അവിടെയുള്ള സ്പിയർ എന്ന വൈൻ ടേസ്റ്റിംഗ് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. സ്പിയർ വൈൻ ഫാം 1692 സ്ഥാപിക്കപ്പെട്ടത്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമുള്ള വൈൻ ഫാമിൽ ഒന്നാണ്. റീജനറേറ്റീവ് ഫാമിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യം 2030 നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സ്പിയർ വൈൻ ഫാം. 6 തരത്തിലുള്ള അവാർഡ് വിന്നിംഗ് വൈൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഫുഡ് സേഫ്റ്റി സിസ്റ്റം സർട്ടിഫിക്കേഷനും ഓർഗാനിക് സർട്ടിഫിക്കേഷനുമുള്ള സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വൈൻ ഫാമാണ് സ്പിയർ. Each wine tasting glass have got a stem, and then you're using the stem of the glass to hold your glass. Before you taste your grape juice, you're gonna look the color of the grape juice. After you're done looking the color of the grape juice, you smell it. When you smell your grape juice, after smelling, you take your first sip, second sip, and then you're gonna judge the grape juice after second sip. They blending soft non-blanc dominate. The second one is a Chenin Blanc. When you look at both, the color of this wine is different because the first one is made from the stainless steel tank, and the second one flavor can be nice when you with something creamy like a rich pasta, rich meal, just to add in that flora. On your nose, they blend 94% is the Shiraz grape, name of the red grape. 4% move behind the fire, relax and enjoy your glass of red wine on its own. Nice when you pair it with something spicy, curry food for dinner.
രണ്ടാമത്തെ ദിവസവും മഴ ശക്തമായി തുടർന്ന കാരണം കേപ്പ് ടൗണിലെ പല സ്ഥലങ്ങളും അന്ന് ഫ്ലഡഡ് ആയിരുന്നു. ഇതിൻ്റെ ലൊക്കേഷനും ക്ലൈമറ്റും വൈൻ സ്റ്റൈലും കൊണ്ട് സ്റ്റെലൻബോഷ് വൈൻ റൂട്ട് 5 പ്രധാന സബ് റൂട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പിയറിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സ്റ്റെലൻബോഷിൽ തന്നെയുള്ള സിമോൺസിക് എന്ന വൈൻ ടേസ്റ്റിംഗ് സെൻറ്ററിലേക്കാണ്. സിമോൺബർഗ് മൗണ്ടനിലേക്കുള്ള ഒരു വ്യൂ എന്ന അർത്ഥത്തിലാണ് സിമോൺസിക് എന്ന പേര് വന്നിരിക്കുന്നത്. 1971 സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ വൈൻ റൂട്ടിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളാണ് ഫ്രാൻസ് മെലാൻ. മെലാൻ ഫാമിലിയുടെ കയ്യിലാണ് ഏകദേശം 300 വർഷത്തോളമായി സിമോൺസിക് വൈനറി. സമ്മറിൽ ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ ഹാർവസ്റ്റ് നടക്കുന്നത്. സ്പാർക്ലിംഗ് സൗത്ത് ആഫ്രിക്കൻ വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലാസിക് മെത്തേഡിനെയാണ് കാപ്പ് ക്ലാസിക് എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ സ്പാർക്ലിംഗ് വൈൻ പ്രൊഡ്യൂസ് ചെയ്തത് സിമോൺസിക് വൈൻ എസ്റ്റേറ്റ് ആണ്. മാത്രമല്ല ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി എൻവയറമെൻ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഫാമിംഗ് ടെക്നിക്സ് ആണ് സിമോൺസിക് എസ്റ്റേറ്റ് വർഷങ്ങളായി ഉപയോഗിച്ച് വരുന്നത്. In normal wine, we always do a filtration process, meaning it's removing the sediments and crystals. With the Cape Classic, everything happens naturally in the bottle. The more you turn, you can see the bottle get to be more clear, and there is all the sediments lying there at the top of the bottle. Later, then after 6 weeks, you do a filter. No, we don't filter it. Everything happens naturally in the bottle. In the later stage, you can see everything is lying over them. The sediments is right inside them, lying on the top of the neck. So in order for you to remove the sediments, you're using a liquid nitrogen. It's inside that room, they've got a bin, they keep it there, and the liquid nitrogen, it freezes the top part.
which allows you immediately when you open this, then the sediments shoot out. That's how you filter that. So the difference between the two barriques that we use is that the French barrique is the one that gives you more spicy, toasty, smoky, a little bit of nutty or creamier character if you use it for the white wine. Then the American one is the one that gives you a lot more sweet. The vanilla, the sweet pour, the caramel, and a lot more sweet undertones. കേപ്പ് ഫ്ലോറൽ കിങ്ഡത്തിൻ്റെ ഭാഗമായി വരുന്ന ബയോഡൈവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വൈൻ ഫാംസ് എല്ലാം തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൗണ്ടൻസിലേക്കുള്ള വ്യൂസ് കൊണ്ടും ചുറ്റുമുള്ള മനോഹരമായ വിന്യാർഡ്സ് കൊണ്ടും സ്റ്റെലൻബോഷ് വൈൻ ഫാംസ് ഒഫീഷ്യൽ കോൺഫറൻസ്, വെഡ്ഡിംഗ് പോലുള്ള ഫംഗ്ഷൻസിന് സ്ഥിരം വേദിയാവാറുണ്ട്. ടേസ്റ്റി വൈനും അതിമനോഹരമായ ലാൻഡ്സ്കേപ്പും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആർക്കിടെക്ചറും ഒത്തുചേരുമ്പോൾ ഈ വൈൻ ടേസ്റ്റിംഗ് സെൻറ്റേഴ്സ് ടൂറിസ്റ്റുകൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് നൽകുന്നത്. സ്റ്റെലൻബോഷ് വൈൻ റൂട്ടിലെ ഈ 2 വൈൻ ഫാംസ് കവർ ചെയ്തതോടുകൂടി ഓൾമോസ്റ്റ് 3 മണിയായി. ലഞ്ച് കഴിഞ്ഞ് അന്നത്തെ സൈറ്റ് സീയിങ് പൂർത്തിയാക്കി ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി. ഹെവി കാറ്റാണ്. കാറ്റിന് ഡ്രോണ് കൺട്രോൾ പോയി. അവസാനം കളക്ട് ചെയ്തു തിരിച്ച് വരുവാണ്. സൂപ്പർ. എല്ലാം ഓക്കെയാണ്.